നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സ്പെയിനിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് കുറച്ച് മുമ്പ് പ്രഖ്യാപിച്ചല്ലോ. 26 സ്ക്വാഡിൽ ഒരൊറ്റ റയൽ മാഡ്രിഡ് താരവുമില്ല. അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയോ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡാനി കർവാഹലിനെ എടുക്കില്ല എന്ന് കരുതിയത് തന്നെയാണ്. പിന്നെ ഡീൻ ഹ്യൂയിസൺ പുറത്തായി എന്നുള്ളത് മാത്രമാണ് ചെറിയൊരു സംശയം ഉണ്ടാക്കിയത്. ബാക്കിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച സ്ക്വാഡ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. 1-2 അഡീഷൻസ് ഒഴികെ ബാക്കിയെല്ലാം പ്രതീക്ഷിച്ച് തന്നെയല്ലേ. ഞാൻ ഈ സ്ക്വാഡൊന്ന് വിശദീകരിച്ച് എന്ന് പരിശോധിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടാവും, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പിൽ വലിയ ഫേവറിറ്റുകളായിട്ട് എല്ലാവരും കണക്കാക്കുന്നൊരു ടീമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷക്കൊത്തവണ്ണമുള്ള പ്രകടനം ടീമിൽ നിന്ന് വരേണ്ടതുണ്ട്. അത് കോച്ച് ലൂയിസ് ഡിലാഫ്യൂൻ്റെക്ക് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇതുവരെ ഇപ്പോൾ 2023 മാർച്ച് മുതൽ അദ്ദേഹം ടീമിൻ്റെ കോച്ചാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ബിൽഡ് ചെയ്ത് വന്ന ആ സ്ക്വാഡിൻ്റെ കോറ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുള്ള ഒരു സ്ക്വാഡാണിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വേൾഡ് കപ്പിന് മുമ്പ് അവർക്ക് കൃത്യമായ പദ്ധതികളുണ്ട്. ജൂൺ 5 അവർ ആദ്യ ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നുണ്ട്. ജൂൺ 4 കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 5 പുലർച്ചെ 12:30 ഇറാഖിനെതിരെ സന്നാഹ മത്സരം കളിക്കുന്നു. അത് കഴിഞ്ഞ് ജൂൺ 9 രാത്രി ഇന്ത്യൻ സമയം 7:30 പെറുവിനെതിരെയും അവർ സന്നാഹ മത്സരം കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പ് മത്സരങ്ങളായി. വേൾഡ് കപ്പിൽ അവരുടെ ഗ്രൂപ്പിൽ കരുത്തരെന്ന് പറയാനുള്ളത് ഉറുഗ്വായാണ്. പിന്നെ ഒന്നുള്ളത് കേപ്പ് വെർദെയും മറ്റൊന്ന് സൗദി അറേബ്യയുമാണ്. സോ ഗ്രൂപ്പിൽ നിന്ന് സ്പെയിനിന് അനായാസം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ആദ്യ കളി ജൂൺ 15 രാത്രി 9:30 കേപ്പ് വെർദെക്കെതിരെയാണ്. അനായാസം ജയിച്ച് കയറേണ്ടതാണ്. ജൂൺ 21 രാത്രി 9:30 സൗദി അറേബ്യക്കെതിരെയാണ് രണ്ടാമത്തെ കളി. ജൂൺ 27 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഉറുഗ്വായ്ക്കെതിരെയാണ് അവരുടെ മൂന്നാമത്തെ കളി. സോ പൊതുവെ അവരുടെ സ്ക്വാഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അനായാസം അവർ ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് മുന്നോട്ട് പോകുമെന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സ്ക്വാഡിലേക്ക് കോച്ച് എത്തുമ്പോൾ 26 സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ മാർച്ച് 2003 മുതൽ അദ്ദേഹം സ്ക്വാഡിനെ പരിശീലിപ്പിക്കുന്നു. 77 താരങ്ങളെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അദ്ദേഹം സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ താരങ്ങളെയൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തി ഇപ്പോഴത്തെ അവരുടെ ഫിസിക്കൽ കണ്ടീഷനും ഫോമും ഒക്കെ പരിഗണിച്ചാണ് ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു കാലയളവിലുണ്ടല്ലോ, 2023 മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ അവർ യൂറോ കപ്പ് കിരീടം ചൂടുകയുണ്ടായി, നേഷൻസ് ലീഗിൽ കിരീടം ചൂടുകയുണ്ടായി, കഴിഞ്ഞ നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ കളിക്കുകയുണ്ടായി. സോ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് തന്നെയാണ്. ആ വേൾഡ് കപ്പിലേക്ക് വേണ്ടി ടീമിനെ ഒരുക്കുകയായിരുന്നു. അപ്പോൾ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആ കോറിനെ അതുപോലെ അദ്ദേഹം നിലനിർത്തി. ഈ കീ പ്ലെയേഴ്സിൻ്റെ അറൈവൽ അല്ലെങ്കിൽ വേൾഡ് കപ്പ് സ്ക്വാഡിൽ അവർ സ്ഥാനം പിടിക്കുമെന്നുള്ള ഉറപ്പായിരുന്നു. അതായത് മൈക്കിൾ മെറീനോ, നിക്കോ വില്യംസ്, ലാമിനെ യമാൽ ഇവരൊക്കെ സ്ക്വാഡിൽ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ചെറിയ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അതിലൊന്നും ഗോൾ കീപ്പറുടേതും മറ്റൊന്ന് സെൻറ്റർ ബാക്കിൻ്റേതുമായിട്ടുള്ള പൊസിഷൻസാണ്. അതായത് ജോയൻ ഗാർഷ്യ അത്രയധികം ഒന്നും കോച്ച് ലൂയിസ് ഡിലാഫ്യൂൻ്റെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടില്ലാത്തൊരു കളിക്കാരനാണ്. സോ അദ്ദേഹത്തെ എടുക്കുമോ അതല്ല അലക്സ് റെമിറോയെ എടുക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് പക്ഷേ അദ്ദേഹം മാർച്ചിൽ തന്നെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മിന്നും ഫോമിലുള്ള ഈ ഒരു സീസണിൽ ലലീഗയിൽ ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയിട്ടുള്ള ബാഴ്സലോണ താരം ജോയൻ ഗാർഷ്യക്ക് തന്നെയാണ് നറുക്ക് വീണത്. തീർച്ചയായിട്ടും അദ്ദേഹം അത്രയും മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ഈ സ്ക്വാഡിൽ അദ്ദേഹം ഒരു ഇടം അർഹിച്ചിരുന്നു. ഉനായ് സിമോൺ, ഡേവിഡ് റയ എന്നിവരുടെ കൂട്ടത്തിലേക്കാണ് ജോയൻ ഗാർഷ്യ വരുന്നത്. പ്ലേയിങ് ലെവലിൽ അവസരം കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. കോച്ച് ഉനായ് സിമോണിനെ ട്രസ്റ്റ് ചെയ്യുമോ അല്ല ഡേവിഡ് റയെ ട്രസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. ഏതായാലും 3 മികച്ച ഗോൾ കീപ്പർമാരെ കൊണ്ട് തന്നെ വേൾഡ് കപ്പിന് പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ബലമാണ്. പിന്നെ നമ്മൾ കണ്ടൊരു മാറ്റം, മാർക്ക് പ്യുബിൽ അദ്ദേഹം സീനിലേക്ക്, ഹാർട്ട് ഓഫ് ദി ഡിഫൻസിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറി വരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പ്രസീവായിട്ടുള്ളൊരു പെർഫോമൻസ് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഈ സീസണിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അദ്ദേഹം സ്ക്വാഡിൽ ഇടം പിടിക്കുന്നത്. സോ ലാപ്പോർട്ടയും കുബാർസിയും ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ടിംഗ് സ്പോട്ടിൽ ഉണ്ടാവുക. സോ 4th സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് എറിക് ഗാർഷ്യ വന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതായത് ഖത്തർ വേൾഡ് കപ്പിന് ശേഷം ഒരിക്കൽ പോലും എറിക് ഗാർഷ്യയെ ദേശീയ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാളെ ടീമിലേക്ക് വിളിച്ചു. ഇത് മാത്രമാണ് ഇപ്പോൾ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 1-2 സംഭവങ്ങളായിട്ട് പറയാനുള്ളത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഫെർമിൻ്റെ ഇഞ്ചുറിയാണ്.
ഫെർമിൻ ഇഞ്ചുറി ഫെർമിൻ സ്ക്വാഡിലില്ല. അപ്പോൾ അദ്ദേഹം ഒഴിവാക്കി പോകുന്ന ആ ഒരു ഹോൾ, ആ ഒരു ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യും കോച്ച് എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയായിട്ടായിരിക്കണം എർമി പിനോയെ, ക്രിസ്റ്റൽ പാലസിൻ്റെ കളിക്കാരൻ എർമി പിനോയെ സ്ക്വാഡിലേക്ക് എടുത്ത് ഒരു ഫെമിലിയർ ഫേസിനെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഫില്ല് ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കോച്ചുള്ളത്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾക്കും ഞെട്ടലുകൾക്കും ഒന്നും സ്ഥാനമില്ല. റയലിൻ്റെ താരങ്ങളില്ല എന്നുള്ളത് ശരിയാണ്. അത് ഒഴിവാക്കി നിർത്തിയാൽ നേരത്തെ തന്നെ വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡ്, ആ സ്ക്വാഡിനെ കോച്ച് നിലനിർത്തി എന്ന് പറയേണ്ടി വരും. സ്ക്വാഡിൻ്റെ കോറിന് മാറ്റങ്ങളില്ല. നമ്മൾ വിശദമായിട്ടൊന്ന് സ്ക്വാഡ് നോക്കിയാൽ ഗോൾ കീപ്പർമാരായിട്ടുള്ളത് ഉനായ് സിമോണും ഡേവിഡ് റയയും ജോയൻ ഗാർഷ്യയുമാണ്. തീർച്ചയായിട്ടും ഇവർ ഇപ്പോൾ നല്ല ഫോമിൽ കളിക്കുന്ന 3 പേരാണ്. അതായത് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ ഉനായ് സിമോണ്, FC ബാഴ്സലോണയുടെ ജോയൻ ഗാർഷ്യ, ആഴ്സണലിൻ്റെ ഡേവിഡ് റയ. ഒരു വ്യത്യാസവും മിസ്റ്റേക്കും ആർക്കും പറയാനില്ലാത്ത കോളപ്പ് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ചിലെ ഡേവിഡ് റയയെ കോച്ച് പരീക്ഷിക്കുമ്പോൾ അതായത് ആ ഒരു കോളപ്പിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ഇത്തരമൊരു സാധ്യത പലരും കണ്ടിരുന്നതാണ്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഡിഫൻഡേഴ്സ് ഒന്ന് നോക്കുക. പെഡ്രോ പോറോ, മാർക്കോസ് ലൊറൻ്റെ, ലാപ്പോട്ടെ, കുബാർസി, പുബില്, എറിക് ഗാർഷ്യ, കുക്കറയ്യ, ഗ്രിമാൽഡോ. ഇതാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മികച്ച ഡിഫൻസാണ്. കുബാർസി, ബാഴ്സലോണയുടെ കുബാർസി, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മാർക്ക് പുബില്, FC ബാഴ്സലോണയുടെ തന്നെ എറിക് ഗാർഷ്യ, ചെൽസിയുടെ കുക്കറയ്യ, ബായർ ലെവർക്യൂസൻ്റെ ഗ്രിമാൽഡോ. സോ തീർച്ചയായിട്ടും വളരെ മികച്ച രൂപത്തിലുള്ള ഒരു ഡിഫൻസ് തന്നെ ഇവിടെയുണ്ട്. സോ ആരൊക്കെ പ്ലേയിങ് ലെവലിൽ നിന്നുള്ളത് കണ്ടറിയണം. ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുബാർസി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടാക്കാൻ കോച്ച് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാപ്പോർട്ടും കുബാർസിയും ചേർന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോലും മറ്റ് ഓപ്ഷൻസും ഇപ്പോൾ 4 സെൻട്രൽ ബാക്കുമാർ അദ്ദേഹം എടുത്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. സോ മികച്ച രൂപത്തിലുള്ള ഒരു ഡിഫൻസ് തന്നെയാണ്. ഇനി മധ്യനിരയിലേക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ റോഡ്രി ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി, പിന്നെ സുബിമെൻഡി ഉണ്ട്, പെഡ്രി ഉണ്ട്, മൈക്കൽ മെറീനോ ഉണ്ട്, ഫാബിയൻ റൂയിസ്, PSG ഫാബിയൻ റൂയിസ്, അതുപോലെ ബാഴ്സലോണയുടെ ഡാനി ഓൾമോ, അതുപോലെ തന്നെ ബാഴ്സയുടെ ഗാവി എന്നിവരുണ്ട്. സോ കാര്യങ്ങളൊന്ന് നോക്കുക. ഇപ്പോൾ പെഡ്രി, അതുപോലെ തന്നെ ഡാനി ഓൾമോ, പിന്നെ സുബിമെൻഡി, മൈക്കൽ മെറീനോ. അപ്പോൾ വളരെ വളരെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു മധ്യനിര അവർക്കുണ്ട്. കളി മെനയാനും കളി പിടിക്കാനും കപ്പാസിറ്റിയുള്ള മധ്യനിര. ഇനി ഗോളടിക്കാൻ ആളുകളെയാണ് വേണ്ടത്. അതിന് നിക്കോ വില്യംസ്, അലക്സ് ബെയ്ന, ഒയർ സബാൽ, ബോർഹ ഇഗ്ലേസിയസ്, എർമി പിനോ, ലാമിനെ യമാൽ, വിക്ടർ മുനോസ് എന്നിവരാണ് ഈ ഒരു സ്ക്വാഡിലേക്ക് വന്നിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കുക. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാമിനെ യമാൽ പരിക്കിൻ്റെ പിടിയിലായിരുന്നു. അതിൽ നിന്ന് മുക്തനായിട്ട് അദ്ദേഹം മടങ്ങി വരാൻ തയ്യാറെടുക്കുന്നു. വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും പൂർണ്ണ ഫിറ്റായിട്ട് അദ്ദേഹം നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. എന്തായാലും വലിയ മാറ്റങ്ങളൊന്നുമില്ലാത്തൊരു സ്ക്വാഡ് കോച്ച് പ്രഖ്യാപിക്കുന്നു. പ്രതീക്ഷയോടുകൂടി സ്പെയിൻ ഇരിക്കുന്നു. ഇത്തവണ അവർക്ക് നല്ല കിരീട സാധ്യത കാണുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറഫ്ലക്സിൽ എത്താം.